ഗൈസ് നമുക്കിപ്പോൾ കുറച്ച് മീനുകൾ അച്ഛനും പിള്ളേരും കൂടിയിട്ട് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു പാടത്തുനിന്ന്. പക്ഷേ നമ്മുടെ ആ മഴയത്ത് കണ്ടോ കുറേ വെള്ളമൊക്കെ കൂടെ ഒലിച്ചിറങ്ങിയിട്ടുണ്ട്. അതാ പോണു ബ്രാക്കണ്ണന്മാർ കിടക്കുന്നു. വെള്ളം കുത്തിച്ചാടിയിട്ട് കണ്ടൊക്കെ കിടക്കിൽ വന്നിങ്ങനെയുണ്ടോ. അതിൽ ചെരിഞ്ഞോ അപ്പോൾ കുറേ ഉണ്ട് ചെറുത്. ഞാൻ അവിടെ ആയിട്ട് ചെരിഞ്ഞു. അതിൽ കുറേ കല്ലുത്തിയുണ്ട്, കുറച്ച് കണ്ണന്മാരുണ്ട്. ഇതിനിപ്പോൾ ഇതിൽ കൊടുന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൊടുന്നിട്ട് മീനുകൾക്ക് വെട്ടി തിന്നാനൊക്കെ ആയിരിക്കും പറ്റും വിട്ടോളെ. അത്ര ചെറുതാണ്. പിന്നെ ഇതിൽ ബാക്കിയുള്ള ഇതിൽ കിടന്ന് വലുതായിക്കോളും. ഒരുപാടുണ്ട്. പിന്നെ ചെറിയ കണ്ണന്മാരുണ്ട്. എല്ലാവരും ഇതിൽ കൊടുന്നിട്ടു അല്ലേ. അടാ ബ്രാല് വെട്ടിയതാണ്ടാ. ബ്രാല് വെട്ട നോക്കി. ആ മീനെ വെട്ട നോക്കി. ആ വലിയ കല്ലുത്തിന് വെട്ടണാണ്. ആ ഓടി ഒന്ന് വെട്ടുന്നു. അതാ കിടക്കണു വലിയ മീനാണ്ടാ. ആ വലിയ മീനാ കിടക്കുന്നത്. അത് തടമാടുണ്ട് അവിടെ. കണ്ടാ ആ വലിയ മീനാ കിടക്കുന്നത്. ആ പോയി. അതെ മീനെ വെട്ടാൻ വേണ്ടി കയറി നല്ല വെട്ട വെട്ടണത്. നമ്മളിട്ട കല്ലുത്തിനെ കണ്ടില്ല. ഇപ്പം തന്നെ വെട്ടി തുടങ്ങി. അതാ ഓടി ഒന്ന് വെട്ടുന്നുണ്ടോ. വലിയ ബ്രാലിയാണ്ടാ. ഒയ്യോ എന്ത് വെട്ട വെട്ടി. ഇതാണ് ഞാൻ തീറ്റ പാരലിനായിട്ട് തോന്നെ ഇപ്പം കല്ലുത്തിന് വെട്ടി തിന്നുണ്ട്. ആ മീൻ ഇതിനുള്ളിൽ കിടക്കണ്ടാ. ഇടുമ്പളേക്കും വന്ന് വെട്ടി തുടങ്ങി. നമ്മളിട്ട അത് ഇപ്പോൾ കൊടുത്തിട്ടാണത്. അതാവൻ സെറ്റായിട്ട് വരണുള്ളൂ. അവന് ആ പാടത്തെ കുഴിയിൽ നിന്ന് കിട്ടിയാണ് നമുക്ക്. കുറച്ച് നേരം റെഡി ആയിക്കോളും. ഡ്രമ്മിൽ കിടന്നിട്ടുള്ള ചെറിയൊരു ഇതുണ്ട്. അത് മുന്നിട്ടുള്ള മീനുള്ളൂ. ആ വരുന്നുണ്ട കല്ലുത്തിയൊക്കെ ഇത് ഇവിടെ തന്നെ ഇങ്ങനെ കൂട്ടൊക്കെ കിടക്കുന്നുണ്ട്. രാക്കണ്ണന്മാരൊക്കെ ഡ്രമ്മിൽ കിടന്നിട്ടാണ് തോന്നുന്നുണ്ട്. ഒന്നും ഓടിപ്പോണില്ല. ഇവിടെ തന്നെ തന്നെ സൈഡിൽ കിടക്കുന്നുണ്ട്. കല്ലുത്തി ഇതേ കൂട്ടായിട്ട് വിടാൻ തുടങ്ങി. അതിനിടയ്ക്ക് പരല് കല്ലുത്തി പരലുണ്ട് അത്യാവശ്യം. പക്ഷേ ഈ പരലൊക്കെ വേഗം എണ്ണം കുറയും. ഇത്രയും തോന്നെ മീൻ കൊണ്ടിട്ടുണ്ടായില്ലേ.